ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് റിച്ച് ആൻഡ് റോയൽ ആയിട്ടുള്ളൊരു മുഗ്ലായ് ഡിഷാണ്. ഇതിൻ്റെ പേര് ഷായി തുക്ഡ. ഹൈദരാബാദിൽ ഇതിന് ഡബിൾ കാ മീഠ എന്നും പറയും. നല്ല റിച്ച് ആയിട്ടുള്ളൊരു നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്സ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്രൗൺ ബ്രെഡാണ്. നിങ്ങൾക്ക് മിൽക്ക് ബ്രെഡോ അല്ലെങ്കിൽ ഫ്രൂട്ട് ബ്രെഡോ എന്ത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗീ എടുത്തിട്ടുണ്ട്, പിന്നെ കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 ലിറ്റർ പാല്, പിന്നെ ഖോയ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ആൽമണ്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കാഷ്യൂസ് ആൻഡ് റൈസിൻസ്. ആദ്യം നമുക്ക് പാല് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പകുതിയാക്കി എടുക്കണം. അതൊരു 1/4 ലിറ്റർ മിൽക്കാക്കി നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. സോ നമുക്ക് ആദ്യം പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ബ്രെഡ് കട്ട് ചെയ്യാം. ഈ ബ്രെഡിൻ്റെ എഡ്ജസ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. 4 സൈഡിലുള്ള എഡ്ജസ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഇത് നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബ്രെഡെല്ലാം ഇതുമാതിരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ ഗീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ വെച്ചിട്ട് എയർ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ ഗീയിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. ആദ്യം ഗീ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം കാഷ്യൂസ് ആൻഡ് റൈസിൻസ് നമുക്ക് ഫ്രൈ ചെയ്ത് വെക്കാം. കാഷ്യൂസ് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിൻ്റെ കൂടെ റൈസിൻസ് കൂടി നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കാഷ്യൂസും റൈസിൻസ് എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇതിനകത്തേക്ക് ഞാൻ ബ്രെഡ് ഇട്ട് കൊടുക്കുകയാണ്. ബ്രെഡ് നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ബ്രൗൺ ആവുന്ന വരെ നന്നായി പൊരിച്ചെടുക്കണം. 2 സൈഡും മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് പൊരിച്ചെടുക്കണം. എല്ലാ ബ്രെഡും ഇതുമാതിരി നന്നായിട്ട് പൊരിച്ചെടുക്കാം നമുക്ക്. ബ്രെഡൊക്കെ നന്നായിട്ട് ബ്രൗണായി ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്കിത് നന്നായിട്ട് പൊരിച്ചിട്ട് ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ബ്രെഡ് കൂടി ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പം നോക്കിയാൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കി അതിനകത്ത് കുറച്ചൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം. പക്ഷേ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്യുമ്പോൾ സാധാരണ അത് സോഗിയായി പോകും. അതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ മിൽക്കെല്ലാം നന്നായിട്ട് തിളച്ച് വറ്റി ഒരു 1/2 ലിറ്റർ ഉണ്ടായിരുന്ന മിൽക്ക് ഇപ്പോൾ ഒരു 1/4 ലിറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഏലക്കായ നിങ്ങൾക്ക് ഷുഗർ സിറപ്പിൽ ആഡ് ചെയ്യാം. ഞാനത് ഉണ്ടാക്കാത്തതുകൊണ്ട് മിൽക്കിലേക്ക് തന്നെ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് ഞാനൊരു 100 grams ഓഫ് ഖോയ ആഡ് ചെയ്യുകയാണ്. അത് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അടി പിടിക്കാണ്ട് പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കണം. തീ കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ കൂടെ ഞാൻ ഷുഗർ ആഡ് ചെയ്യുകയാണ്. ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാത്തതുകൊണ്ട് ഒരു കപ്പ് ഷുഗർ ഞാൻ ഇതിനകത്തേക്ക് തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഹാഫ് മിൽക്ക് മെയ്ഡാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഫുൾ ആഡ് ചെയ്യുന്നില്ല, ഹാഫ് മതി എനിക്ക്. അതുകൊണ്ട് ഞാൻ ഹാഫ് ആഡ് ചെയ്യുന്നുള്ളൂ.
അതും കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും ഇത്. ആ ഏലക്കായുടെയും കണ്ടൻസ് മിൽക്കിൻ്റെയൊക്കെ സ്മെല്ല് നന്നായി വരുന്നുണ്ട്, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റബഡി റെഡി ആയിട്ടുണ്ട്. നോർത്തിലൊക്കെ ഇതിന് റബഡി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ റബഡി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഞാനിവിടെ ഒരു ലെയറായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ നിരത്തി വെക്കാം. ഇപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റബഡി ചൂടാറിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി ഒഴിക്കേണ്ട, അപ്പം ബ്രെഡ് പിന്നെ അതൊന്ന് കുതിർന്നു പോവും. അപ്പം ഞാനത് ചൂടാറിയതിന് ശേഷം റബഡി അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ പയ്യെ ഒഴിച്ചു കൊടുക്കുകയാണ്, അത് ഫുള്ളായിട്ട് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം, എന്നാലേ ബ്രെഡിന്, കാരണം നമ്മൾ സോക്ക് ചെയ്യാത്തതുകൊണ്ട് അതിന് ബ്രെഡിന് സ്വീറ്റ്നെസ് വരണമെങ്കിൽ ഇത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ഫുള്ളായിട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം അത്. നമുക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ് ആൻഡ് റേസിൻസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട്സും അതിൻ്റെ മുകളിൽ നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സ്വീറ്റ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ ഇങ്ങനെ തന്നെ ടേസ്റ്റ് ചെയ്യാം, ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഫ്രിഡ്ജിൽ വെക്കാം, ഒരു അപ് ടു 4 days നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് കഴിക്കാം. ചിലർക്കത് ചൂടാക്കാണ്ട് അങ്ങനെ തന്നെ എടുത്ത് കഴിക്കുന്നത് ഇഷ്ടമാണ്, പക്ഷെ ചൂടാക്കിയിട്ടും കഴിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്, ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.